ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രൊഫഷണലായിട്ട് നമുക്ക് നെക്ക് പൈപ്പിംഗ് എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു അടിപൊളി ട്രിക്കാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്കാണ് നമ്മൾ നെക്ക് പൈപ്പിംഗ് വെക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതുപോലെ എടുക്കുമ്പോൾ നമ്മൾ നെക്ക് പൈപ്പിംഗ് എടുക്കുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന തുണിയുടെ ക്ലോത്തിന് അനുയോജ്യമായ ഒരു കളറായിരിക്കണം. ഇതിങ്ങനെ പ്രിൻറ്റഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നൊരു കളറായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അല്ല എങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് ലൈനിങ്ങിന് നിഴലടിച്ച് കാണിക്കുകയും ചെയ്യും. അത് വ്യത്യസ്തമായ കളർ പാറ്റേൺ ചേഞ്ച് വരുന്ന ഡിസൈൻ്റെ കളർ ചേഞ്ച് വരുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൽ ഏത് കളറാണെന്ന് വെച്ചാൽ അതാണ് നമുക്ക് ലൈനിങ് ആയിട്ട് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ 2 കളർ ഇതുമായിട്ട് സാമ്യത ഉള്ളതുകൊണ്ട് ആ കളർ തന്നെയാണ് നമ്മൾ കരിനീലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനായിട്ടുള്ള മെറ്റീരിയൽ 2 നെക്കിലേക്കും വേണ്ടുന്ന മെറ്റീരിയൽ ഒന്നിച്ചെടുക്കുന്നുണ്ട്. ബാക്കിലത്തേക്കും അതുപോലെ തന്നെ ഫ്രണ്ടിലേക്കും വേണ്ടിയിട്ടുള്ള ഒരു പീസാണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത്. പിന്നെ എടുക്കുമ്പോൾ നമ്മൾ മുകൾ ഭാഗം ഈക്വൽ അല്ലാതെ വരുന്നുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഒന്ന് സ്കെയിൽ വെച്ച് വരച്ച് നമുക്ക് ഈക്വൽ അല്ലാത്തതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മളത് ആദ്യം ഈക്വൽ അല്ലാത്ത ഭാഗം വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളതിനി കട്ട് ചെയ്ത് മാറ്റാണ് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് സെൻറ്റർ ഭാഗം ഒരു നോച്ചസ് കൊടുക്കണം കേട്ടോ. കറക്റ്റ് സെൻറ്റർ ഏതാണെന്ന് വെച്ചാൽ അത് നോച്ചസ് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ക്ലോത്ത് നമുക്ക് എടുത്തിരിക്കുന്ന നെക്ക് വൈഡിനേക്കാളും കടന്നിട്ട് ഒരു 2.5 ഇഞ്ചും കൂടി എക്സ്ട്രാ നിൽക്കുന്നതായിരിക്കണം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ബാലൻസ് ഉള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. തയ്ച്ച ശേഷം കട്ട് ചെയ്ത് കളയണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഇടത്തരം രീതിയിൽ നിർത്തിയാൽ മതി. ഒരു 2.5 ഇഞ്ചോളം കൂടുതൽ നിർത്തിയാൽ മതി. നമുക്ക് ആവശ്യമുള്ള നെക്ക് വൈഡിൻ്റെ 2.5 ഇഞ്ചും കൂടിയും കൂടുതൽ എടുത്ത ശേഷം ബാലൻസ് 2.5 അല്ലെങ്കിൽ 3 ഇഞ്ച് വരെ എടുത്താൽ മതി. അത് കഴിഞ്ഞ് ബാലൻസ് ഉള്ളത് നമുക്ക് ഇതിൻ്റെ തന്നെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മളത് ചെയ്തെടുക്കട്ടെ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇത് ആവശ്യമെങ്കിൽ സ്ക്വയർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതിനെ റൗണ്ട് ചെയ്ത് സർക്കിൾ പോലെ തന്നെ ആക്കി എടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ ആദ്യമേ തന്നെ നിങ്ങൾക്ക് അതിനെ പൊട്ടവശത്തേക്ക് ഉള്ളിലേക്ക് എന്നിട്ട് നമ്മൾ ഒന്ന് മടക്കി അടിക്കേണ്ടത് നല്ലതായിരിക്കും. അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്. അല്ല എങ്കിൽ എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കത് മടക്കി അടിച്ച ശേഷം കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ആദ്യം നെക്കുമ്പോൾ വെച്ച് തയ്ച്ച ശേഷം ബാലൻസ് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. അല്ല എങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് നമ്മൾ 2.5-3 ഇഞ്ച് എക്സ്ട്രാ എടുക്കണമെന്നില്ലേ, നമുക്ക് ആവശ്യമുള്ള നെക്ക് വൈഡ് കഴിഞ്ഞിട്ട് അത് കൈയോടെ തന്നെ നമുക്ക് തയ്യൽ തുമ്പും കൂടി അടിച്ച് ഇട്ട ശേഷം നമുക്ക് നെക്കിലേക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ആദ്യമേ ചെയ്യാം, അല്ലെങ്കിൽ അത് പിന്നീടും ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടെങ്കിൽ അത് അതുപോലെ ചെയ്തോളൂ. നമ്മളത് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമുക്ക് അതിന് വേണ്ട പൈപ്പിങ്ങിനെ നമുക്ക് നെക്കിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു ഭാഗത്തു നിന്ന് മാത്രം നമുക്ക് കിട്ടിയിട്ടുള്ളത്. സ്ലീവിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത് നമുക്ക് കിട്ടിയത് കേട്ടോ, സൈഡ്. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത് കണ്ടില്ലേ. ഇപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത്. നമ്മളിത് ഒരുപാട് വീതിക്ക് എടുത്തിട്ടില്ല, 1 ഇഞ്ച് വീതിക്കാണ് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. സ്റ്റാർട്ടിങ് ചെയ്യുന്നവരൊക്കെ ഒരു 1.5 ഇഞ്ച് വീതിക്കൊക്കെ എടുക്കണം. പക്ഷേ ഈ ഒരു മെറ്റീരിയലിൽ നമുക്ക് 1.5 ഇഞ്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് നെക്കിന് പൈപ്പിംഗ് വെക്കാനുള്ളത് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിത് 1 ഇഞ്ചിൽ തന്നെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ പൈപ്പിംഗ് ചെയ്യാനായിട്ട്. കൂടുതൽ ക്ലോത്ത് ഉണ്ടാവില്ല. ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമാണ് കൃത്യമായിട്ടുള്ള തുണി ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുക. അതിന് ശേഷം ലൈനിങ് ആദ്യം നമ്മൾ ടേബിളിലേക്ക് വിരിച്ചിട്ട ശേഷം നമ്മൾ സെൻറ്റർ ഒരു നോച്ചസ് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് എത്രയായിരുന്നു നെക്ക് വൈഡ് ഉണ്ടായിരുന്നത് അത് നമ്മൾ ആദ്യമേ തന്നെ നോട്ട് ചെയ്യണം. ആദ്യം തന്നെ 2 സൈഡിലേക്കും നമ്മൾ നെക്ക് വൈഡ് എടുത്തിട്ടുണ്ടായിരുന്ന ആ അളവ് നമ്മൾ ആദ്യം ഒരു വര വരച്ച് അതിനെ ഒപ്പാക്കി വയ്ക്കും. അതിന് ശേഷം നമ്മൾ പിൻ ചെയ്ത് വയ്ക്കാം. അതായത് നമുക്ക് 2 സൈഡിലേക്ക് നെക്ക് വൈഡ് എത്രയാണോ എടുത്തിട്ടുണ്ടായിരുന്നത് ആ അളവ് തന്നെ 2 സൈഡിലേക്ക് സെൻറ്റർ നോച്ചസ് കൊടുത്ത ശേഷം നമ്മളിത് കറക്റ്റ് ചെയ്തിട്ട് നമുക്കത് പിൻ ചെയ്ത് വയ്ക്കാം. അല്ല എങ്കിൽ നമ്മൾ നെക്ക് വൈഡിന് ഡിഫറൻസ് വരും 2 സൈഡിലേക്കും. അത് വരാതിരിക്കാനാണ് കറക്റ്റ് നമ്മൾ ആദ്യം അളന്ന ശേഷം നമ്മൾ പിൻ ചെയ്യുന്നത്. കയറി ഇറങ്ങി നിൽക്കാതിരിക്കാനാണ് നമ്മൾ ആദ്യമേ തന്നെ ഒന്നും കൂടി ചെക്ക് ചെയ്ത ശേഷം പിൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഈക്വലായിട്ട് തന്നെ നെക്ക് തയ്ച്ച് പോകണം.
നമ്മൾ 1/4 ഇഞ്ചിലാണ് തയ്ച്ച് പോകണം വെച്ചാൽ 1/4 ഇഞ്ചിൽ തന്നെ കറക്റ്റ് ഫുള്ളും കവർ ചെയ്ത് പോകണം. അതും ഏറ്റവും ചെറിയ സ്റ്റിച്ചിങ് റെഗുലേറ്ററിലാണ് ഇടേണ്ടത് കേട്ടോ. അപ്പോഴാണ് നെക്കിന് ഏറ്റവും കൂടുതൽ പെർഫെക്ഷൻ കിട്ടുന്നത്. പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവരൊക്കെ വളരെ ചെറിയ സ്റ്റിച്ചിങ് പെർഫെക്ഷനായിട്ട് കിട്ടണമെങ്കിൽ കൃത്യമായ രീതിയിൽ കാണി ഏറ്റവും കുഞ്ഞത് ഏതാണ് കിട്ടുന്നത് ആ രീതിക്ക് തന്നെ എടുക്കണം. അപ്പോൾ ഏറ്റവും ചെറിയ റെഗുലേറ്ററിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തെടുത്തു. അതിന് ശേഷം പിന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് വെച്ചു. അതിന് ശേഷം നമ്മളത് വേണമെന്നുള്ളവർക്ക് അതൊന്ന് പതിച്ചടിക്കാം കേട്ടോ. നമ്മളത് അങ്ങനെ പതിച്ചടിച്ചില്ല എങ്കിൽ നമ്മൾ ഫുൾ കവർ ചെയ്ത ശേഷം ഇതിനെ ചുറ്റും അതും ചെറിയ കാണിൽ തന്നെ പതിച്ചടിക്കാം. പിന്നെ അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സർക്കിളാക്കി കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാനിത് സർക്കിളാക്കിയല്ല കൊടുക്കുന്നത്, സ്ക്വയർ ആക്കിയാണ് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് സർക്കിളാക്കി ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഈക്വലായിട്ടൊരു റൗണ്ട് വരച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ തയ്യൽ തുമ്പ് മടക്കി അടിച്ചാൽ മതി. ഇത് നമ്മൾ ചെയ്യുന്നത് സ്ക്വയർ ആയിട്ടാണ് ചെയ്യുന്നത്. എടുക്കുമ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ഭാഗത്തിലേക്ക് അപ്പുറത്തേക്ക് കടക്കുന്ന രീതിയിലല്ലാത്ത രീതിയിൽ നമ്മൾ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതിന് ശേഷം ഇതുപോലെ 4 ചുറ്റും മടക്കി അടിക്കാം. പിന്നെ ഇത് നമ്മൾ ജസ്റ്റ് ഒരു ഓടിക്കാണി പോലെ ജസ്റ്റ് സ്റ്റിച്ച് റെഗുലേഷൻ കൂട്ടിയിട്ടിട്ട് നമ്മളതൊന്ന് വെസ്റ്റ് ഒന്ന് പതിച്ചടിക്കുന്നുണ്ട്. അതെന്തിനാണ് അങ്ങനെ അടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെമ്മിങ് ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ആ സ്റ്റിച്ച് നമ്മൾ അഴിച്ച് കളയുന്നതാണ് കേട്ടോ. മെറ്റീരിയൽ അത് എടുത്ത് കാണിക്കുന്ന പോലത്തെ ഡ്രസ്സുകളിലൊന്നും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യരുത്. എടുത്ത് കാണിക്കാത്ത ഡ്രസ്സുകളിൽ മാത്രമാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് കുഴപ്പമില്ലാത്തത്. അല്ലാത്തതാണെങ്കിൽ നമ്മൾ ഹെമ്മിങ് തന്നെ ചെയ്യാൻ പാടുള്ളൂ. ഡയറക്റ്റ് തന്നെ ഹെമ്മിങ് തന്നെ ചെയ്യണം. ഇപ്പോൾ നമ്മളിതിനകത്ത് പതിച്ചടിച്ച് വെച്ചേക്കുന്നത് കൂടുതൽ സ്റ്റിച്ചിങ് റെഗുലേഷൻ കൂട്ടിയിട്ടിട്ടാണ്, ഏറ്റവും ഹൈ ആയിട്ടുള്ളതിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതിന് ശേഷം നമ്മളത് സ്ക്വയർ ചെയ്ത് തയ്ച്ചെടുത്ത ശേഷം നമ്മളത് ഹെമ്മിങ് ചെയ്ത ശേഷം നമ്മളിത് അഴിച്ചു മാറ്റുന്നതാണ്. സാരി ബ്ലൗസിൻ്റെ സ്ലീവും ഒക്കെ ചെയ്യുന്നത് പോലെ ബാക്കിൽ പട്ടയ്ക്ക് ചെയ്യുന്നത് പോലെയൊക്കെ നമ്മൾ ഇതുപോലെ ആദ്യം ഒന്ന് ഓടിക്കാണിയിൽ ഒന്ന് അടിച്ചെടുത്ത ശേഷം നമ്മൾ ഹെമ്മിങ് ചെയ്ത ശേഷം നമ്മൾ ഈ തയ്ച്ച കൂടുതൽ ഗ്യാപ്പ് ഇട്ട് സ്റ്റിച്ച് ചെയ്തില്ലേ അത് നമ്മൾ അഴിച്ച് കളയും. അപ്പോൾ കൃത്യമായിട്ട് കിട്ടും. അതേസമയം ഇത് പെട്ടെന്ന് എടുത്ത് കാണിക്കുന്ന മെറ്റീരിയൽ ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ആദ്യമേ തന്നെ ശരിയായ രീതിയിൽ ഒരു പെൻ വെച്ചിട്ട് അതിന് ചുറ്റും ഒന്ന് പെൻ വെച്ചിട്ട് അതല്ല ചോക്ക് വെച്ചിട്ട് നിങ്ങളൊന്ന് ചുറ്റും ഒന്ന് വരച്ച ശേഷം ചെറിയ രീതിയിൽ കേട്ടോ, കാണാത്ത രീതിയിൽ ബാക്ക് സൈഡിൽ വരച്ച ശേഷം അതൊന്ന് ഹെമ്മിങ് ചെയ്തെടുക്കുക. കാണാത്ത രീതിയിൽ വേണം ശരിയായ രീതിയിൽ ഹെമ്മിങ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമ്മൾ പൈപ്പിംഗ് ഉണ്ടാക്കി വെച്ച ആ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് ഇതുപോലെ നമ്മൾ പൈപ്പിംഗ് ചെയ്യുമ്പോൾ ഇതുപോലെ ഫൂട്ടൊന്ന് മാറ്റി ഇടണം കേട്ടോ. നമ്മൾ പൈപ്പിംഗ് ഫൂട്ട് ഇട്ടിട്ടാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ ഫൂട്ട് മാറ്റി റൈറ്റും ലെഫ്റ്റും ഫൂട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുപോലത്തെ ഫൂട്ട് മാറ്റി ഇടണം. നമ്മളിപ്പോൾ റൈറ്റിലേക്ക് ഹോൾ വരുന്ന രീതിയിലുള്ളതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് വെച്ച് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഫിനിഷിങ് കിട്ടുന്നത്. കണ്ടോ, നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആണോ, നല്ല സ്റ്റിച്ചിങ്ങിൻ്റെ അത് നമ്മൾ എടുത്തിരിക്കുന്ന പിന്നെ പൈപ്പിങ്ങിന് എടുത്തിരിക്കുന്ന നൂലിന് കനം കൂടിയ ടൈപ്പ് നൂലും കിട്ടുന്നുണ്ട്. അതുപോലെ കനം കുറഞ്ഞ ടൈപ്പ് പൈപ്പിംഗ് ചെയ്യാൻ പറ്റാവുന്ന നൂലും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് ടൈപ്പ് നമുക്ക് ത്രെഡ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് വാങ്ങിക്കുക. അത് ഫുൾ റോളായിട്ടാണ് നമുക്കിത് കിട്ടുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്